പണ്ട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പഴങ്കഥ ഉണ്ട് കേട്ടോ. അമ്മയുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ നിറയെ മുളങ്കാടുണ്ട്. ഈ മുളയരി പൂക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയമൊക്കെ ആവുമ്പോൾ കുറേ ദേവതന്മാർ വന്ന് അതിൻ്റെ ചുറ്റിനും നിന്നിട്ട് പുലർച്ചെ കാലങ്ങളിൽ തിരുവാതിര കളിക്കുന്നത് കാണാത്രേ. സ്വർഗത്തിലെ ദേവതന്മാരാണത്രേ. അവർ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കണ്ടു എന്ന് അവർ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ അവർ ശപിക്കുത്രേ. ചെറുപ്പത്തിൽ ഇതേപോലെ കുറേ കഥകൾ പറഞ്ഞു തന്നിട്ട് അതിപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാനിവിടെ അമ്മൂനും പായിനൊക്കെ ഷെയറാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇതൊന്നുമല്ല, കുറേ കഥകൾ ഇനിയും കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു കഥ പറയേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഞാൻ നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഒരു 4 വർഷം മുമ്പ് ഈ പറമ്പിൽ നിന്ന് എനിക്കൊരു നിധി കിട്ടിയായിരുന്നു. അന്ന് അത് എനിക്ക് നിധിയാന്ന് അറിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കത് നിധിയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഈ ഒരു ചെടിയാണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റ്, നല്ല വിലപിടിപ്പുള്ള ഒരു ചെടിയാണ്. നമ്മുടെ പറമ്പിൽ ഇത് സമൃദ്ധിയായിട്ട് നിൽക്കുന്നുണ്ട്. ആര് കൊണ്ടേ ഇട്ടതാണെന്നൊന്നും എനിക്കറിയില്ല. ഈ പടർന്നു കിടക്കുന്ന സംഭവം എന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ നന്നാരി സർബത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഇതിന്റെ വേര് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. നല്ല മൂത്ത വേര് വേണമെന്ന് തോന്നുന്നു. കുറച്ച് കഷ്ടപ്പാടുണ്ട് അതൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്ലാവുമലത്തെ ചക്കയൊക്കെയാണ് ഇപ്പം കണ്ടത്. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങി ഇതാ നമ്മുടെ അമ്പലമുറ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ അമ്പലത്തിന്റെ സ്റ്റോറി എപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാലും ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കൂട്ടോ, ചേച്ചി ഇത് തറവാട്ടമ്പലല്ലേ എന്ന്. അതായത് നമ്മുടെ സ്വന്തം തറവാട്ടമ്പലാന്ന് ഞാൻ തമാശ രീതിയിൽ പറയുകയും ചെയ്യൂട്ടോ. തമാശ രീതിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ തൃശ്ശൂരുകാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓരോ വീടിനും ഓരോരോ അമ്പലം, അല്ലെങ്കിൽ എല്ലാ വീട്ടുമുറ്റത്തും ഓരോ അമ്പലം. എന്താ കണക്കുന്നൊന്നും എനിക്ക് അറിയില്ല. പായുമ്പതാ ഇവിടെ ഓരോ മാങ്ങയും പിടിച്ചിട്ട് ശോഭനയുടെ മേത്ത് നാഗവല്ലി കയറിയിട്ട് ഓരോ മാലയും വളയൊക്കെ എടുത്ത് പറഞ്ഞോടുന്നില്ലേ? ആ കൂട്ടത്തിൽ ഓരോന്ന് എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ മാങ്ങയുടെ വലിപ്പം, ഈ മാങ്ങയുടെ വലിപ്പം എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് തരുന്നതാണ് സത്യത്തിൽ. അത് കാണിച്ചു തരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു മാങ്ങത നിലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അതെടുത്തൊരു കടിയും കടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നിലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു മഴ കഴിഞ്ഞ് തുറന്നിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പം അത്യാവശ്യത്തിന് തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ഒരു ചൂടൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു കാലാവസ്ഥ വളരെ നോർമലായി വന്നിട്ടുള്ള ഒരവസ്ഥയില്ലേ, അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെടികളൊക്കെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് എനിക്ക് നനയ്ക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പക്ഷെ കാർപോർട്സിലുള്ള ആൾക്കാർക്ക് വെള്ളം കൊടുക്കാതെ വയ്യാട്ടോ. ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതി കാണാൻ ഭയങ്കര ഭംഗിയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നനഞ്ഞിരിക്കുന്ന ഇലകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇതിനിടയ്ക്ക് ഇതാ കുട്ടപ്പൻ ഐസ്ക്രീം നുണഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാട്ടാ. എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് ഈ ഐസ്ക്രീം എന്ന് പറയുന്നത്. ഞാൻ വളരെ റയറായിട്ട് മാത്രമേ ഈ ഒരു സംഭവം കഴിക്കുള്ളൂ. വല്ലപ്പോഴും ഒരു പൂതി തോന്നിയെങ്കിൽ മാത്രം. വല്യമ്മ വാങ്ങിച്ചു കൊടുത്തതാണ് 2 പേർക്കും അല്ല 4 പേർക്കും. അപ്പോൾ പായുവിനും അമ്മൂനുള്ളത് കൊണ്ട് പായും കൂടി വന്നിട്ടുണ്ട്. അമ്മൂട്ടി ട്യൂഷന് പോയിരിക്കുകയാണ്. ഇനി വന്നിട്ട് വേണം ഇതൊന്നും കഴിക്കാൻ.